ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. ഞങ്ങളെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ ഉടമ്പടി അതിന്റെ 5-ാം ഭാഗത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗത്ത് നിന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപയാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ അത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടി ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതെ നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾക്ക് കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നു വരെയും ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവായ കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മൾ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ് അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അവിടെ കാണുന്നു 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ന്യായപ്രമാണത്തിൽ എന്താണ്? പാപത്തെ പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. അതിന്റെ 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ റോമർ 7:6 നമ്മൾ കാണുന്നു. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇപ്പോഴോ നമ്മെ പേടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു എന്നവിടെ കാണുന്നു.
8:2 നമ്മൾ വായിക്കുമ്പോ രണ്ടാമത്തെ വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്? എന്താണ്? മരണ ശുശ്രൂഷയാണ്. പാപത്തെ കുറിച്ച് പരിജ്ഞാനം നൽകുന്ന ഒരു മരണ ശുശ്രൂഷ. അതിൽ നിന്ന് എനിക്കൊരു മോചനം ഇവിടെ യേശു ക്രിസ്തുവിൽ, അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ജീവൻ ലഭിക്കുന്നു. അല്ലെ? ന്യായപ്രമാണത്തിൽ, അതായത് ജീവൻ ഉള്ള ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ, അല്ലെങ്കിൽ പുതിയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണ്? ജീവൻ പകരുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി എന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ കർത്താവിൽ എന്താണ്? കർത്താവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിക്കപ്പെടുന്നു. ന്യായപ്രമാണത്തിൽ നമ്മൾ കിടക്കും തോറും എന്താണ്? നമ്മൾ മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ എഴുതിക്കണം, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണശിക്ഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം. എന്താണ് മോശയുടെ മുഖതേജസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന? പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യം. അവൻ തന്നോട് അരുളിച്ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശെ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ടവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. മോശെ അവരെ വിളിച്ചു. അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവന്റെ അടുക്കൽ മടങ്ങി വന്ന് മോശ അവരോട് സംസാരിച്ചു. അതിന്റെ ശേഷം ഇസ്രായേൽ മക്കളൊക്കെയും അവന്റെ അടുക്കൽ ചെന്നു. സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരുളിച്ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു. മോശെ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടു. 14-ാമത്തെ വാക്യത്തിൽ, മോശെ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവന്റെ സന്നിധാനത്തിൽ കിടക്കുമ്പോൾ പുറത്ത് വരുവോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ പുറത്തു വന്നു. ഇസ്രായേൽ മക്കളോട് പറയും. എന്താണ്? ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശെ അവനോട് സംസാരിക്കേണ്ടതിന് അകത്തു കിടക്കുവോളം മൂടുപടം പിന്നെയും തന്റെ മുഖത്ത് ഇട്ടുകൊള്ളും. അതാണ് മോശയുടെ മുഖ തേജസ്സിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മോശയുടെ മുഖ തേജസ് നിമിത്തം, അതായത് ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം എന്താണ്? തേജസ് ഉള്ളതായെങ്കിൽ എന്താണ്? ആത്മാവിന്റെ ശുശ്രൂഷ എന്താണ്? അതിലും അധികം തേജസ്സുള്ളതെന്നാണ് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാമത്തെ വാക്യത്തിൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ, തേജസ്സാകുന്നു എങ്കിൽ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ ഏതാണ്? ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതാണെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. 10-ാമത്തെ വാക്യത്തിലിരിക്കുന്ന അതേ തേജസ്സോട് കൂടിയത് ഇക്കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതെയായി. അപ്പൊ എന്താണ്? അതേ തേജസ്സോട് കൂടിയത് ഇക്കാര്യത്തിൽ എന്താണ്? അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും എന്താണ്? തേജസ് ഇല്ലാത്തതായി എന്നവിടെ രേഖപ്പെടുത്തി. നീക്കം വരുന്നതും തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും എന്ന് അവിടെ കാണുന്നു. 12-ാമത്തെ വാക്യത്തിൽ ഈ വക പ്രത്യാശയുള്ളവരായി. ഏതാണ് 12-ാമത്തെ വാക്യത്തിൽ? ഏത് വിധയുള്ള പ്രത്യാശ? റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റോമർ 5-ാം അധ്യായം
5-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നാം നിലനിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ആര് മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അടുത്ത വാക്യത്തിൽ? നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യാശയെ കുറിച്ച് അപ്പൊ നമ്മൾ പ്രത്യാശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തേക്കാണ്? നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ പ്രത്യാശയിൽ ജീവിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 8-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 23-ാമത്തെ കാര്യം, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശ, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയിലാണ് നാം എന്ത് ചെയ്തേക്കുന്നത്? രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതായി ഇനി പ്രത്യാശിക്കുന്നു. എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, പ്രത്യാശയുള്ളവരായിട്ട് കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം എന്താണ്? ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെയല്ല. അപ്പൊ എന്താണ്? ദൈവമഹത്വത്തിന്റെ ദർശനം ഇസ്രായേൽ മക്കളെ എന്താണ്? ഭയമുള്ളതാക്കി. എന്നാൽ പുതിയ ഉടമ്പടിയിൽ എന്താണ്? ഭയമില്ല. പിന്നെന്താ ഉള്ളത്? ധൈര്യമുണ്ട്. പ്രത്യാശയിൽ സന്തോഷവും നൽകുന്നതാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്? പ്രത്യാശയും ധൈര്യവും സന്തോഷവും ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നീങ്ങിപ്പോയതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ കൊണ്ട് മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല എന്ന്. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം നീങ്ങാതെ ഇന്നുവരെയും ഇരിക്കുന്നുവല്ലോ. എന്നാൽ വളരെ ശ്രദ്ധിക്കണം, എന്നാൽ എന്ന വാക്ക് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മോശ തന്റെ മുഖത്തണിഞ്ഞ മൂടുപടത്തിന്റെ ആത്മീയ അർത്ഥം പൗലോസ് ഇവിടെ പറയുകയാണ്. എന്താണ്? പഴയ നിയമത്തിന്റെ അധീനതയിലുള്ളവർക്ക്, യഹൂദന്മാർക്കും യഹൂദമതം സ്വീകരിച്ചവർക്കും എന്താണ്? അവരുടെ മനസ്സ് മങ്ങിയതാണ്. അവരുടെ ഹൃദയത്തിൽ എന്താണ്? മൂടുപടം ഇരിക്കുന്നു. പഴയ നിയമം വായിക്കുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ മൂടുപടത്തെ കുറിച്ച് യേശു കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 5-ാം അധ്യായം 39 മുതൽ 39 വായിക്കുമ്പോൾ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങി വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. 46-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ കാണുന്നു, നിങ്ങൾ മോശയെ വിശ്വസിച്ചെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു.
അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? അവർ യേശു കർത്താവിനെ വിശ്വസിച്ചില്ല, ദൈവവും കർത്താവുമായിട്ട് വിശ്വസിച്ചില്ല. മോശ എഴുതിയ ദൈവം യേശു ക്രിസ്തു ആയിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരിക്കലും അവർ വിശ്വസിച്ചിരുന്നില്ല. അവർക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഇവൻ അച്ഛന്റെ മകനല്ലേ, മറിയല്ലേ ഇവന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കുകയല്ലാതെ ഒരിക്കലും അവൻ ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായിരുന്നു അവരുടെ മൂടുപടം. അവർ മറഞ്ഞു കിടന്നത് അതായിരുന്നു. അവനെ ദൈവമായി അംഗീകരിച്ചില്ല, അല്ലേ? അവനെ വീണ്ടെടുപ്പുകാരനെ അംഗീകരിച്ചില്ല, അവൻ മൂലമുള്ള രക്ഷയെ അവർ അംഗീകരിച്ചില്ല. അതാണ് അവർക്ക് പറ്റിയ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 14-ാമത്തെ വാക്യത്തിൽ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെയും ഇരിക്കുന്നുല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം എന്ത് ചെയ്യുന്നു? നീങ്ങിപ്പോകും. കർത്താവ് ആരാണ്? ആത്മാവാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം ആരാണ്? ആത്മാവാണ്. യേശു കർത്താവ് ആത്മാവാണ്. ജഡത്തിൽ വെളിപ്പെട്ട് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, അല്ലെ? ജഡത്തിൽ വെളിപ്പെട്ട് മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് വളരെ വ്യക്തമായി കർത്താവിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവില്ലാത്തിടത്തെല്ലാം അടിമത്തമാണ്. അടിമത്തം മാറി സ്വാതന്ത്ര്യം വരണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം വരണമെങ്കിൽ കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിക്കാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പോഴും എന്താണ്? ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്, ശിക്ഷയുടെ കീഴിലാണ്. കർത്താവിലേക്ക് വരുമ്പോ ആ ശിക്ഷകളെല്ലാം മാറിപ്പോകും, അല്ലെ? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു. 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, 12-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ എന്ന് അവിടെ പറയുന്നു. എന്താണ് അല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവശിക്ഷണം എന്ത് ചെയ്യണം? ക്ഷമയോടെ നമ്മൾ കൈക്കൊള്ളണം. അതിനുള്ള അഭ്യസനം നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിച്ചെടുക്കണം. പഴയ നിയമവും പുതിയ നിയമത്തിലും എന്താണ്? ഉടമ്പടിയുടെ കീഴിൽ അല്ലാത്തതിന് വിശ്വാസികളുടെ സന്തോഷകരമായ പദവിയാണ്. അതായത് കൃപയുടെ പുതിയ ഉടമ്പടിയുടെ കീഴിലാണ് നാം ഓരോരുത്തരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപരമായ കാര്യമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു. 4-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇത് സദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്ര. ഒന്ന് സീനായി മലയിൽ ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹഗാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോട് കൂടെ അടിമയായല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരൂശലേമോ എന്താണ്? സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ എന്നും. 26-ാമത്തെ മീതെയുള്ള യെരൂശലേം സ്വതന്ത്രയാകുന്നു, അവൾ തന്നെയാണ് നമ്മുടെ അമ്മയെന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട 24-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനെ കുറിച്ച്.
അല്ലെ? പുതിയ നിയമം. എന്താണ് പുതിയ നിയമം? എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീമദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. 10-ാമത്തെ വാക്യത്തിൽ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യാനിരിക്കുന്ന യഹൂദ ഗ്രഹത്തിലുള്ള ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരെ എൻ്റെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായി, അവരെനിക്ക് ജനവുമായിരിക്കും എന്ന് അവിടെ കാണുന്നു. അവരെനിക്ക് ജനവും ആയിരിക്കുമെന്നും ഇനി അവരിൽ ആരും എൻ്റെ കൂട്ടുകാരനെയോ തന്റെ സഹോദരനെയോ കർത്താവിനെ അറിയുകയെന്ന് ഉപദേശിക്കുകയില്ല. അവർ അബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഇതാണ് പുതിയ നിയമ ഉടമ്പടി. കർത്താവിന്റെ പുതിയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത്, അല്ലെ? 24-ാമത്തെ വാക്യത്തിൽ, 24-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിച്ചു. എന്താണ് 24-ാമത്തെ വാക്യം? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു കർത്താവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർ 8-6 നമ്മൾ വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനോ വിശേഷതയേറിയ വാഗ്ദത്തത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. 9-15 നമ്മൾ വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു എന്നവിടെ കാണുന്നു. 1 തിമോത്തിയോസ് 2:5 നമുക്ക് കാണാൻ കഴിയുന്നു. 1 തിമോത്തിയോസ് 2:5. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവാണ് മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു തന്നെയാണ് നമുക്ക് മധ്യസ്ഥനായിട്ട് ഇരിക്കുന്നത്. ഇതാണ് പുതിയ നിയമ ഉടമ്പടി എന്ന് നമ്മൾ പഠിച്ചു. കാരണം പുതിയ നിയമ ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? ആ ഒരു ഉടമ്പടിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടുന്നത്, വേറെ ഒന്നിലൂടെയല്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കിലേക്ക് അത്ര നിങ്ങൾ വന്നിരിക്കുന്നത്, അല്ലേ? രക്തത്തെക്കാൾ. അപ്പോ ഹാബേലിന്റെ രക്തത്തെക്കാൾ, കയീൻ ഹാബേലിനെ കൊന്നത് കൊണ്ട്, അല്ലെ, ആ രക്തത്തെക്കാൾ എത്രയോ വിലയേറിയതാണ് കർത്താവിന്റെ രക്തം എന്നും അതിന് ഗുണകരമായ സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിലേക്കുമാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കണം. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവരും സൗഖ്യവും വിടുതലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ കേട്ട സ്തോത്രം. മാനം മഹത്വം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം.